ജമ്മുകാശ്മീരിൽ ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കാൻ നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മുകാശ്മീരിൽ ലഫ്റ്റനന്റ് ജനറൽ ഗവർണർ മനോജ് സിൻഹ എന്നിവരുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ. രോഹിണി, ജമ്മുകാശ്മീരിൽ തുടർച്ചയായി സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർണായകമായ യോഗം ചേർന്നുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുള്ളത്. ഈ യോഗത്തിൽ ഭീകരവിരുദ്ധ നടപടി ശക്തമാക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടു എന്നുള്ളതാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തിട്ടുള്ള യോഗത്തിൽ കശ്മീരിൽ കൂടുതൽ സേനാ വിന്യാസം നടത്താനും ഭീകരവിരുദ്ധ നടപടികൾ ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കശ്മീർ താഴ്വരയിൽ നിന്ന് ഭീകരവാദ പ്രവർത്തനം പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധ്യമായ എല്ലാ നടപടികളും സാധ്യമായ എല്ലാ വഴികളും സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടാകണം സൈനിക നടപടികളെന്നും പ്രധാനമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിൽ കശ്മീർ താഴ്വരയിൽ ഭീകരവിരുദ്ധ പോരാട്ടം സൈന്യം ശക്തമാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ജമ്മു കാശ്മീരിലേക്ക് കൂടുതൽ സേനാ വിന്യാസം ഹിമാചൽ പ്രദേശിന്റെയും ഉത്തരാഖണ്ഡിന്റെയും ഒപ്പം ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ യൂണിറ്റുകൾ, കൂടുതൽ സേനാ വിന്യാസം ജമ്മു കാശ്മീരിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ജമ്മു കാശ്മീരും ഒപ്പം രാജ്യത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും എന്നുള്ള സന്ദേശം നൽകിയിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ദിവസമായി ജമ്മു കാശ്മീരിൽ തുടർച്ചയായി ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് സർവ്വശക്തിയുമെടുത്ത് ഭീകരതയ്ക്കെതിരെ പോരാടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ എന്നിവരുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തിയിട്ടുണ്ട്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.